Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. Last class നമ്മള് types of orientation ആയിരുന്നു എടുത്തത് അല്ലേ? ലാസ്റ്റ് പോർഷൻ നമുക്ക് ഒന്നുകൂടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ 58 കേട്ടോ. അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ പറഞ്ഞു. ഫോർമൽ ചാനൽസിലൂടെ ടോപ്പ് ഒഫീഷ്യൽസ് ആയിരിക്കും ഫോർമൽ ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷന്റെ കൾച്ചർ, വർക്കിംഗ് കണ്ടീഷൻ, നേച്ചർ ഓഫ് വർക്ക് ഒക്കെ നമ്മൾ ജോലി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇൻഫോർമൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് അൺപ്ലാൻഡ് ആണ്. എല്ലാ കാര്യങ്ങളും ഓൺ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ എന്താണ് എംപ്ലോയീസ് കാര്യങ്ങൾ അക്യൂർ ചെയ്യുന്നത്. എറർ ആൻഡ് ട്രയൽ മെത്തേഡിലൂടെയാണ് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് എംപ്ലോയീസ് മനസ്സിലാക്കുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിൽ മിസ്റ്റേക്ക് വന്നാൽ അത് റെക്ടിഫൈ ചെയ്ത് വീണ്ടും എറർ ആൻഡ് ട്രയൽ മെത്തേഡിലൂടെയാണ് അവർ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് ചെയ്ത് പഠിക്കുകയാണ്. സോ ഇത് അത്ര അഡ്വാൻറ്റേജസ് അല്ല. ഇൻഫോർമൽ മെത്തേഡ് ഓഫ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ അത്ര അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. ഇനി ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ ആണ് രണ്ടാമത് നമ്മൾ നോക്കി ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ. ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനെയും സെപ്പറേറ്റ്ലി നമ്മൾ എന്ത് കൊടുക്കുന്നു, ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുന്നതിനാണ് ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. കളക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒരുമിച്ച് റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്ത് കൊടുക്കുന്നു, ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുന്നു. ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. സ്മോൾ ഓർഗനൈസേഷൻസിനാണ് ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ കുറച്ചുകൂടി ഹെൽപ്ഫുൾ. കളക്റ്റീവ് ഓറിയന്റേഷൻ കുറച്ച് ടൈം ടേക്കിംഗ് അല്ല, കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും. അത്രയും എംപ്ലോയീസിനൊക്കെ ടൈം ഓറിയന്റേഷൻ കൊടുക്കാൻ പറ്റും. ഒരുമിച്ച് നമ്മൾ ഓറിയന്റേഷൻ കൊടുക്കുമ്പോൾ എക്സ്പെൻസ് കുറവായിരിക്കും. ലാർജ് ഓർഗനൈസേഷൻസിനും ബെനിഫിഷ്യൽ ആണ്. ഇനി കോമൺ ആയിട്ട് ലാർജ് ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽ ഇൻജെക്ഷൻ അപ്രോച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് ഹൈലി ട്രെയിൻഡ് പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യുമ്പോഴാണ് ലാർജ് ഓർഗനൈസേഷനിൽ ലാർജ് ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽ ഇൻജെക്ഷൻ അപ്രോച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സീരിയൽ ആൻഡ് ഡൈജസ്റ്റീവ് ഓറിയന്റേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടറിനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഓറിയന്റേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെ ട്യൂട്ടറൊന്നും ഇല്ലെങ്കിൽ ഡിസ്ജങ്റ്റീവ് ഓറിയന്റേഷൻ ആണ്. ഇനി ഇൻവെസ്റ്റിറ്റ്യൂർ ആൻഡ് ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ ആയിരുന്നു പിന്നീട് നമ്മൾ നോക്കിയത്. ഇൻവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തമായിട്ട് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ടാവും. നമുക്ക് ഇത് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം ആര് തന്നിട്ടുണ്ടാവും, നമുക്ക് മാനേജ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു ഫ്രീഡത്തിലൂടെ നമുക്ക് നമ്മളുടേതായ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് നമ്മളെ വർക്ക് ഓഫ് സ്റ്റൈൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യും, ഓർഗനൈസേഷൻ മാറ്റിയെടുക്കും. ആ വർക്കിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ നമ്മളുടെ ആ ഒരു പേഴ്സണാലിറ്റിയും നമ്മുടെ പൊട്ടൻഷ്യൽ ക്യാരക്ടറും ഒക്കെ എന്ത് ചെയ്യും, ആ വർക്കിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ ഓർഗനൈസേഷൻ മാറ്റിയെടുക്കും. നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണാലിറ്റി മേ ബി അപ്ഡേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഓൾഡ് പേഴ്സണാലിറ്റി ട്രെറ്റ്സ് കാര്യങ്ങളൊക്കെ മാറ്റി ന്യൂ പേഴ്സണാലിറ്റിയിലേക്ക് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ മാറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഡൈവെസ്റ്റിറ്റ്യൂർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വരെ ആണോ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് അല്ലെ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷൻ പ്രോസസ്സിന്റെ 3 സ്റ്റേജസ് ആണ് കോമൺലി ഉള്ളത്. ഓറിയന്റേഷൻ പ്രോസസ്സിന് 3 സ്റ്റേജസ് ആണ്. ആണോ? വോയിസിന്റെ പ്രശ്നമാണോ? ഓക്കെ, ഞാൻ മിനിറ്റ്, ഞാൻ അത്യാവശ്യം എന്റെ പഴയ സൗണ്ടിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ ടെക്നിക്കൽ ടീമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് 1 മിനിറ്റ്.
നോക്കാം കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട്? വോയിസ് ക്ലിയർ ആണോ? സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇങ്ങനെ എങ്ങാനും സൗണ്ട് കുറവ് വരാണെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ. The process of injection involved 3 stages which are shown below. നമുക്ക് 3 stages ആണ് process of orientation ഉള്ളത്. First general orientation, second department orientation, third specific job orientation. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. General orientation. In this stage, the aim is to make the employee comfortable and motivate him to serious during the orientation process so that he can easily become customized to the organization. നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് വെച്ചാൽ നമ്മുടെ എംപ്ലോയിനെ കംഫർട്ടബിൾ ആക്കുക, മോട്ടിവേറ്റ് ചെയ്യുക, പ്രേരണ കൊടുക്കുക, നമ്മൾ ആ വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പ്രേരണ കൊടുക്കുക. അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ കസ്റ്റംസ് അല്ലെങ്കിൽ കൾച്ചർ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് commonly general orientation conduct ചെയ്യുന്നത്. Employees are also made aware of history, business objective and the process of the organization. അപ്പോ സാധാരണ എംപ്ലോയീസിനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? കമ്പനിയുടെ ഹിസ്റ്ററി, ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എന്താണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, അവിടെ ഓർഗനൈസേഷനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. He is also taken for a visit to whole organization for understanding the business purpose. നമ്മൾ ഓർഗനൈസേഷണൽ വിസിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ ഓർഗനൈസേഷണൽ വിസിറ്റ് കൊണ്ടുപോകും. ഓർഗനൈസേഷന്റെ ഹോൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവിടുത്തെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസേഷൻ ഹോളിൽ നമ്മൾ എന്ത് ചെയ്യും? വിസിറ്റ് ചെയ്യും. ന്യൂലി റിക്രൂട്ട് ചെയ്തിട്ടുള്ള എംപ്ലോയീസിനെ എല്ലാവരെയും ഓർഗനൈസേഷൻ വിസിറ്റിന് വേണ്ടി കൊണ്ടുപോകും. ഇനിഷ്യലി ക്ലാസ് റൂം നോളജ് ഈസ് ഗിവൺ ഫോർ എ മന്ത്. സാധാരണ ജനറൽ ഓറിയന്റേഷനിൽ ഒരു ക്ലാസ് റൂം നോളജ് ഫോർ 1 month നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് റൂം നോളജ് കൊടുക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആസ് എ ട്രെയിനിങ്. ഇനി ആ കാൻഡിഡേറ്റ്സിനെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രെയിനി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. ടു നോ ദ പ്രോസസ് and understand the importance of each activity for the end result. എന്താണ് അവിടുത്തെ പ്രോസസ്, എന്താണ് അവിടെ എന്തെല്ലാം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ്, റിസൾട്ട് എൻഡ് റിസൾട്ട് എന്ത് ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സെലക്ട് ചെയ്ത എംപ്ലോയിനെ ആ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രെയിനി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. ഇതാണ് സാധാരണയായിട്ട് ജനറൽ ഓറിയന്റേഷനിൽ നടക്കുന്നത്. അത് കഴിഞ്ഞു ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷനിലേക്ക് എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്തു? ട്രെയിനി ആയിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്തു? പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ നമ്മൾ ഇൻഡിവിജ്വലിന് കൊടുക്കുന്നത്. Now the individual is introduced the department where he has to work. അദ്ദേഹം വർക്ക് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. There is a need for new incumbent to be aware of the role, responsibility and operating practice of the department. പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന എംപ്ലോയിക്ക് അവിടുത്തെ റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അവിടെ എന്തെല്ലാം കാര്യങ്ങൾ, ഓപ്പറേറ്റിംഗ് പ്രാക്ടീസ് എങ്ങനെയാണ്, ഡിപ്പാർട്ട്മെന്റ്സിന്റെ വേരിയസ് ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. The new employee should be made familiar with each and every activity of the department for a few months. കുറച്ച് മാസങ്ങളിനുള്ളിൽ തന്നെ ന്യൂ എംപ്ലോയി എന്താവും? അവിടുത്തെ ആക്ടിവിറ്റീസ് ആയിട്ടും എല്ലാ കാര്യങ്ങളായിട്ടും കുറച്ചും കൂടി ഫെമിലിയർ ആവും. ഡ്യൂറിങ് ദിസ് പ്രോസസ് ഹി നീഡ് ടു ബിൽഡ് അപ്പ് എ റിലേഷൻഷിപ്പ് വിത്ത് സീനിയേഴ്സ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എന്താണ് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആരെല്ലാമായിട്ടാണ്? സീനിയേഴ്സ്, കൊളീഗ്സ്, സബോർഡിനേറ്റ്സ്. ആഫ്റ്റർ വിച്ച് ഹി വിൽ അലോട്ടഡ് എ പർട്ടിക്കുലർ ജോബ്. ഇതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോബുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോ ദെൻ നമ്മൾ ആ എംപ്ലോയിക്ക് എന്ത് ചെയ്തു? ജോബ് അസൈൻ ചെയ്ത് കൊടുത്തു. സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ ജോബ് അസൈൻ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ദ ഇൻഡിവിജ്വൽ ഈസ് പ്രൊവൈഡ് എ സ്പെസിഫിക് ടാസ്ക് വിത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്തെല്ലാമാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ കൂടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ടാസ്ക് നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിവിജ്വലിന് പ്രൊവൈഡ് ചെയ്യും. The employee needed to the knowledge of the method used for specific job. ആ ജോബ് ചെയ്യാനുള്ള നോളജ്, ഏത് മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇൻഡിവിജ്വലിന് വേണം. The responsibility involved in that specific work has to be mentioned previously to the newcomer
along with the role expectation. നമ്മൾ എന്തെല്ലാമാണ് ആ ജോബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണെന്ന് നമ്മൾ പ്രീവിയസ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇഫ് സുപ്പീരിയർ the superior, if necessary, should adopt a guiding approach to direct the individuals on the job he has to do. ഇപ്പൊ സുപ്പീരിയർക്ക് വേണമെങ്കിൽ ഡയറക്ട്ലി നമുക്ക് അവരെ ഗൈഡ് ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇനി ഇൻഡിവിജ്വൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ അവരെ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ജനറൽ ഓറിയന്റേഷൻ ആണ്. നമ്മൾ കമ്പനീനെ കുറിച്ചിട്ടും കമ്പനിയിലെ വർക്കുകൾ, കമ്പനിയുടെ ഹിസ്റ്ററി, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, നമുക്ക് അവർക്ക് പറഞ്ഞൊരു വ്യക്തമായ ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ക്ലാസ് റൂം ലെക്ചേഴ്സ് കൊടുക്കും. ക്ലാസ് റൂം ലെക്ചേഴ്സ് കൊടുത്തതിന് ശേഷമായിരിക്കും അവരുടെ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നത്, ട്രെയിനി ആയിട്ട് പ്ലേസ് ചെയ്യുന്നത്. ദെൻ ആ ഒരു എംപ്ലോയിക്ക് കിട്ടുന്നത് പിന്നീട് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ ആണ്. ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് വ്യക്തമായ ധാരണ, അവിടുത്തെ വർക്കുകൾ എന്തെല്ലാമാണ്, ഡിപ്പാർട്ട്മെന്റ്സിന്റെ റോളുകൾ, റെസ്പോൺസിബിലിറ്റീസ്, അവിടെ എന്തെല്ലാം പ്രാക്ടീസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് കുറച്ചൊരു ഫ്യൂ മന്ത്സിനുള്ളിൽ അവർക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ കൊടുക്കും. സ്പെസിഫിക് ജോബ് ഓറിയന്റേഷനിൽ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ജോബ് നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കും. വിത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ അടക്കമുള്ള ഒരു ജോബ് നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കും. അവിടെ മെത്തേഡ് ഏതാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടുള്ള ധാരണകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതേപോലെ എന്നിട്ട് സുപ്പീരിയർ എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡിങ് അപ്രോച്ച് എടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡയറക്ഷൻസ് വേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യും, സുപ്പീരിയർ നോക്കിക്കോളും. അപ്പൊ 3 രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു എംപ്ലോയിക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ജനറൽ ഓറിയന്റേഷൻ ആണ്, സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓറിയന്റേഷൻ ആണ്, തേർഡ് ജോബ് ഓറിയന്റേഷൻ ആണ്. ജനറൽ ഓറിയന്റേഷനിൽ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓറിയന്റേഷനിൽ ആ കൺസേൺ ഡിപ്പാർട്ട്മെന്റിലെ ആക്ടിവിറ്റീസും വർക്കും ജോബും റെസ്പോൺസിബിലിറ്റിയും റോളും എല്ലാ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിന് ലാസ്റ്റ് ആണ് നമ്മൾ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. അവർ ചെയ്യേണ്ട വർക്ക് നമ്മൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ആ വർക്ക് ചെയ്യിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് സൂപ്പർവൈസർ അല്ലെങ്കിൽ സുപ്പീരിയർ എന്ത് ചെയ്തോളും, അത് ഗൈഡ് ചെയ്തോളും, അത് മോട്ടിവേറ്റ് ചെയ്യും, അവർക്ക് വേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്താണ് പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ എന്നും 3 ടൈപ്സ് ഓഫ് പ്രോസസ്സും ഒന്ന് വായിച്ചു നോക്കിയേ. റീഡ് ചെയ്ത് നോക്കിയോ?
ഓക്കെ ആണോ? ക്ലിയർ ആണോ? ജനറൽ ഓറിയന്റേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. ഇനി കണ്ടന്റ്സ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ഇതെല്ലാം കാര്യങ്ങളാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യാറ്. എംപ്ലോയീസ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഷുഡ് ബി പ്രൊവൈഡ് ഇൻഫർമേഷൻ കൺസേണിംഗ് ദ ഫോളോയിങ്. താഴെ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ആണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ് the short history of the company. നമ്മുടെ കമ്പനിയുടെ ഷോർട്ട് ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കും. നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് കീ എക്സിക്യൂട്ടീവ്സ്. എക്സിക്യൂട്ടീവ്സിന്റെ ഡെസിഗ്നേഷനും പേരും ഒക്കെ പറഞ്ഞു കൊടുക്കും. എംപ്ലോയീസ് ടൈറ്റിൽ, ഡിപ്പാർട്ട്മെന്റ്സ്, അതേപോലെ ലേ ഔട്ട് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റി, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫിസിക്കൽ ഫെസിലിറ്റീസ്, പ്രൊബേഷണറി പീരീഡ്. എന്താണ് പ്രൊബേഷണറി പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നാളാവുടെ കമ്പൽസറി പ്രൊബേഷണറി പീരീഡ് ആയിരിക്കും. പെർമനന്റ് എംപ്ലോയി ആവുന്നതിന് മുമ്പാണ് നമ്മൾ പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുന്നത്. ആ ഓഫ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞോട്ടെ. ഈ ഓഫ് വേണ്ടാട്ട് ഇവിടെ. ഓഫ് എന്നില്ല, കോമയാണ് വന്നത് കേട്ടോ. ഓഫ് എന്നില്ല കേട്ടോ. ഓഫ് എന്നല്ല, ഒരു കോമ പോലെ. ഓഫ് എന്നില്ല. പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഓഫേർഡ്. നമ്മള് പ്രൊബേഷണറി പീരീഡ് എത്രയാണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ, പ്രൊഡക്റ്റ്, അതെന്തെല്ലാമാണ്. ഓവർവ്യൂ ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. ഏതെല്ലാം സ്റ്റേജസിലൂടെയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് കടന്നു പോകുന്നത്, നമുക്ക് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. കമ്പനി പോളിസീസ്, നമ്മുടെ കമ്പനിയുടെ പോളിസീസ് ആൻഡ് റൂൾസിനെ കുറിച്ചിട്ട് വ്യക്തമായി പറഞ്ഞു കൊടുക്കും. ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്, നമ്മൾ കമ്പനിയുടെ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്. പിന്നെ നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം, സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ് ഫോളോ ചെയ്യുന്നത്. എംപ്ലോയീസ് ഹാൻഡ് ബുക്ക്, എംപ്ലോയീസിന്റെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ലീവുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഹാൻഡ് ബുക്കിൽ ഉണ്ടാവും. അതേപോലെ ഇൻസെന്റീവ്, ബോണസ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും, എംപ്ലോയീസ് ഹാൻഡ് ബുക്കിൽ ഉണ്ടാവും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, എന്തില് ഇൻക്ലൂഡ് ചെയ്യും, ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ കണ്ടന്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ പേ സ്കെയിൽ. നമ്മൾ എത്രയാണ് പേ സ്കെയിൽ കൊടുക്കുന്നത്, പേ ഡേയ്സ്, എത്ര പെയ്ഡ് ഡേയ്സ് ഉണ്ട്, വെക്കേഷൻസ് കൊടുക്കുന്നുണ്ടോ, ആൻഡ് ഹോളിഡേയ്സ്, റെസ്റ്റ് ബ്രേക്സ്. ചിലപ്പോ വർക്ക് കഴിയുമ്പോൾ റെസ്റ്റ്, അതെല്ലാ ജോബുകൾക്കും ഇല്ല, അതെനിക്ക് തോന്നുന്നു. നമ്മള് റെസ്റ്റ് ബ്രേക്ക് എപ്പോഴാണ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഈ പോലീസ് ഒക്കെ ഉണ്ടല്ലോ, അത് കേസ് ഒക്കെ തെളിയിച്ചു കഴിയുമ്പോൾ അവർക്കൊരു റെസ്റ്റ് ബ്രേക്ക് കൊടുക്കും. കുറച്ച് ടൈം ഫ്രീ ആയിട്ട്, ഹോളിഡേ പോലെ കുറച്ച് നാളത്തേക്ക് വർക്ക് ഉണ്ടാവില്ല, അപ്പൊ റെസ്റ്റ് ബ്രേക്കുകൾ. ദെൻ ട്രെയിനിങ് ബെനിഫിറ്റ്സ്. എന്തെല്ലാം ട്രെയിനിങ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, കൗൺസിലിംഗ്, ഇൻഷുറൻസ്. എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സിന്റെ ഭാഗമാണല്ലോ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, റിക്രിയേഷൻ, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിൽ വരുന്നതാണ് PF, ഗ്രാറ്റുവിറ്റി, അങ്ങനെ എന്തെങ്കിലും സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞത് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ്. ഓർഗനൈസേഷൻ കമ്പനിയുടെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ എക്സിക്യൂട്ടീവ്സിന്റെ ഡെസിഗ്നേഷനും നെയിംസും പറയും. എംപ്ലോയീസിന്റെ ടൈറ്റിൽസ്, ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യും. ഫിസിക്കൽ ഫെസിലിറ്റീസ്, പിന്നെ പ്രൊബേഷണറി പീരീഡ് എത്രയാണ്, നമ്മൾ എന്തെല്ലാം പ്രൊഡക്റ്റ് സർവീസ് ആണ് ഓഫർ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറിച്ചൊരു ഓവർവ്യൂ കൊടുക്കും. കമ്പനിയുടെ പോളിസീസും റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. എംപ്ലോയീസിന്റെ ഹാൻഡ് ബുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ദെൻ നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ്. നമ്മുടെ സാലറി സ്കെയില്, വേജ് സാലറി എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കും. പേ ഡേയ്സ് എത്രയാണ്, പേ സ്കെയിൽ എങ്ങനെയാണ്, വെക്കേഷൻസ്, ഹോളിഡേയ്സ് എങ്ങനെയാണ്, റെസ്റ്റ് ബ്രേക്സ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. ട്രെയിനിങ് ബെനിഫിറ്റ്സ്, കൗൺസിലിംഗ്, മെഡിക്കൽ ഇൻഷുറൻസ്, റീക്രിയേഷൻ ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതിന്റെ ഒരു പാർട്ട് തന്നെയാണ് എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന്
നമ്മുടെ ഓൾഡ് എംപ്ലോയീസ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ന്യൂ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവരെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോസസ്സും കൂടി ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. Organization make a special efforts to introduce new employee to all existing employees. നമ്മൾ ഓറിയന്റേഷൻ എന്ത് ഒരു സ്പെഷ്യൽ എഫേർട്ട് എടുക്കും, പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിനെ മറ്റുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. Organization makes a special efforts to introduce new employees to all existing employees. മറ്റ് existing employeesന് new employee നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. It is the foremost responsibility of the supervisor to make new employee familiar with the existing employee. എല്ലാ ഓർഗനൈസേഷനും കണ്ടക്ട് ചെയ്യുന്ന സുപ്പീരിയേഴ്സ് ആണ് സാധാരണയായിട്ട് ഈ ഒരു എന്താണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. ന്യൂ എംപ്ലോയീസിനെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആയിട്ട് ഫെമിലറൈസ് ചെയ്യാണ്, പരിചയപ്പെടുത്തി കൊടുക്കാണ്. സൂപ്പർവൈസർ ഈസ് എ പേഴ്സൺ ഹു സെറ്റ് ദ ടോൺ for the employees future interpersonal relationship with the other staff members. സൂപ്പർവൈസർ ആണ് നമ്മളെ എംപ്ലോയീസിന് ഫ്യൂച്ചർ ന്യൂ എംപ്ലോയീസിന് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. When any new employee comes to the organization, ഒരു പുതിയൊരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരാണെങ്കിൽ he will probably be happy about getting a job. ഈ ജോബ് കിട്ടിയാൽ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം അതേപോലെ തന്നെ he will perhaps have certain anxieties, fear and misgivings. ചില ടെൻഷൻസും ഫിയറും ഭയവും മിസ്ഗീവിങ്സ് ഒക്കെ ഉണ്ടാവും അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ. Therefore it is the duty of the existing staff to support him. അപ്പോൾ പുതുതായിട്ട് വരുന്ന എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഡ്യൂട്ടി ആർക്കും കൂടി ഉണ്ട്, എക്സിസ്റ്റിംഗ് സ്റ്റാഫിനുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ വേണം നമ്മൾ ന്യൂ എംപ്ലോയിനോട് പെരുമാറാൻ. നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ക്യാൻ സപ്പോർട്ട് എ ന്യൂ സ്റ്റാഫ് മെമ്പർ ത്രൂഔട്ട് ദ ഇൻജക്ഷൻ പ്രോസസ്. എക്സിസ്റ്റിംഗ് സ്റ്റാഫുകൾക്ക് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ത്രൂ ഇൻജക്ഷൻ പ്രോസസ്സിൽ നമുക്ക് അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ബൈ ഗിവിംഗ് എക്സ്പ്ലെയിനിങ് കീ ഡ്യൂട്ടീസ്, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തെല്ലാമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഹെൽപ്പിംഗ് ടു സെറ്റപ്പ് ഹിസ് വർക്ക് സ്പേസ്, ഒരു വർക്ക് സ്പേസ് സെറ്റപ്പ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിലൂടെയൊക്കെ നമുക്ക് എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനും ന്യൂ എംപ്ലോയീസിനും നമ്മളൊരു നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ അവരെ നിലനിർത്താനും നമുക്ക് പറ്റും. ഇതാണ് ഇൻട്രൊഡക്ഷൻ ടു എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ടു ദ ഓർഗനൈസേഷൻ. ഇനി ജോബ് ഡ്യൂട്ടിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ. നമ്മുടെ ജോബിന്റെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ദ ഇൻഫർമേഷൻ അബൌട്ട് ജോബ് ലൊക്കേഷൻ, ജോബിന്റെ ലൊക്കേഷൻ എവിടെയാണ്, ജോബ് ടാസ്കുകൾ, ജോബ് ചെയ്യുമ്പോൾ സേഫ്റ്റി നീഡ്സ് എന്തെല്ലാമാണ്, ജോബ് സേഫ്റ്റി നീഡ്സ്, ഓവർവ്യൂ ഓഫ് ദി ജോബിനെ കുറിച്ചിട്ടുള്ള ഓവർ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കും. ജോബ് ഒബ്ജക്റ്റീവ്സ്, ജോബിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ജോബ്, മറ്റ് ജോബുകളായിട്ട് നമ്മൾ ജോബ് ചെയ്യുന്നതെല്ലാം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബേസിക് റൂൾസ് റിലേറ്റഡ് ടു ദ പീപ്പിൾസ്, നമ്മൾ മറ്റു വ്യക്തികളായിട്ട് പെരുമാറുമ്പോൾ എന്തെല്ലാം ബേസിക് റൂൾസ് ഫോളോ ചെയ്യണം. പ്രോസസ്, ടാസ്ക്, ഇഷ്യൂ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ സൂപ്പർവൈസർ ടു ദ ന്യൂ എംപ്ലോയി so that they can deal with them properly. അപ്പൊ നമ്മൾ ഏതൊക്കെ വ്യക്തികളെ ഡീൽ ചെയ്യണം, എന്തെല്ലാം പ്രോസസ്സ് ചെയ്യണം, എന്തെല്ലാം ടാസ്കുകൾ, ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്ന് സൂപ്പർവൈസർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ന്യൂ എംപ്ലോയീസിന് നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡീല് ചെയ്യാനായിട്ട് പറ്റും, പ്രോപ്പർലി അതെല്ലാം ഡീല് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മള് എന്തെല്ലാം കണ്ടന്റ് ആണ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗം എന്നാണ് നമ്മൾ നോക്കിയത്. ഓർഗനൈസേഷൻ ഇഷ്യൂസ്, ഓർഗനൈസേഷനെ കുറിച്ചുള്ള കമ്പനിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും, നമ്മളുടെ കമ്പനിയുടെ നമ്മുടെ എക്സിക്യൂട്ടീവ്സിന്റെ പേരുകള്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സ്, എംപ്ലോയീസിന്റെ ടൈറ്റിൽസ്, ഫിസിക്കൽ ലേഔട്ട്, പിന്നെ പ്രൊബേഷണറി പീരീഡ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഓഫേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ്, സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ നമ്മൾ എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻട്രൊഡക്ഷൻ ടു ന്യൂ എംപ്ലോയി ടു ദ ഓർഗനൈസേഷൻ. പുതുതായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്ത എംപ്ലോയിനെ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓൾഡ് എംപ്ലോയീസിനാണ് ഒരു എംപ്ലോയിയെ നല്ല രീതിയിൽ ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റാഫ്
മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ജോബ് ഡ്യൂട്ടീസ്, നമ്മള് സൂപ്പർവൈസർ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജോബ് ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്, നമ്മൾ എന്തെല്ലാം ടാസ്കുകൾ ഫോളോ ചെയ്യണം, നമ്മൾ സേഫ്റ്റി ലീവ്സ് എന്തെല്ലാമാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അതനുസരിച്ച് ഫോളോ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യാറ്. ഒന്ന് റീഡ് ചെയ്യോ എന്തെല്ലാമാണ് കണ്ടന്റ്സ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നുള്ളത്? റീഡ് ചെയ്തോ? ഇനി എഫക്റ്റീവ് ഓറിയന്റേഷന് വേണ്ട റിക്വയർമെന്റ്സ് ആണ് നമ്മളിനി നോക്കുന്നത്. റിക്വസ്റ്റ്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഓറിയന്റേഷൻ. ഒരു എഫക്റ്റീവ് ഓറിയന്റേഷൻ ആണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം, റിക്വയർമെന്റ്സ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്. ഒരു പ്രോപ്പർ ആയിട്ടൊരു ഓറിയന്റേഷൻ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടോപ്പ് മാനേജ്മെന്റിന്റെ ഇൻവോൾവ്മെന്റ് നെസസറി ആണ്. ടോപ്പ് മാനേജ്മെന്റിന് ആ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഇൻട്രസ്റ്റ് വേണം. ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് ഇൻ injection process, the interest of top management is the foremost requirements. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആരുടെയാണ്? ടോപ്പ് മാനേജ്മെന്റിന്റെയാണ്. ഇത് എസ്റ്റാബ്ലിഷ് എ സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഓണർഷിപ്പ്. ഇത് എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഒരു സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്, അതേപോലെ തന്നെ ഓണർഷിപ്പ് ആണ്. ഇൻ ദ ന്യൂ എംപ്ലോയി, ആ ന്യൂ എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരെ ഹെൽപ്പ് ദം ടു അസോസിയേറ്റ് ക്ലോസ്ലി വിത്ത് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കുന്നത് ആരാണ്? ടോപ്പ് മാനേജ്മെന്റ് ആണ്. അപ്പൊ ടോപ്പ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു റോള് എവിടെയുണ്ട്? ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഉണ്ട്. ഓക്കെ, പ്രയർ പ്ലാനിങ്. നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ നോട്ട് ആൻ ഇവന്റ്, അതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? ഓറിയന്റേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻജക്ഷൻ പറഞ്ഞാല്
An injection is a process and not an event. Pre-planning of an injection of a new employee must be carefully done. അപ്പൊ നമ്മള് ഒരു എംപ്ലോയിനെ എങ്ങനെ ഇൻജെക്ഷൻ പ്രോഗ്രാം ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് കെയർഫുള്ളി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് നടപ്പിലാക്കണം. സോ ദാറ്റ് ഇൻജെക്ഷൻ ഈസ് യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് പ്രീ പ്ലാനിങ്. ഇൻജെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രീ പ്ലാനിങ്ങിന്റെ ടൈമിൽ തന്നെ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പോസ്റ്റ് ഇൻജെക്ഷൻ സ്റ്റേജസ് ഉണ്ട്. ഡ്യൂറിങ് പോസ്റ്റ് ഇൻജെക്ഷൻ കൊടുക്കുന്ന സമയത്ത് ആ സ്റ്റേജസുകൾ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ഏതൊക്കെയാണ് സ്റ്റേജസ്, ഏതൊക്കെയാണ് പ്രോസസ്സ് എന്ന് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ജനറൽ ഓറിയന്റേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നടപ്പിലാക്കാണ് വേണ്ടത്. അപ്പൊ പ്രയർ ടു ദ പ്ലാനിങ് നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഈ 3 സ്റ്റേജസിലൂടെയും നമ്മൾ അവർക്ക് വേണ്ട ഓറിയന്റേഷൻ പ്രൊവൈഡ് ചെയ്യണം. അസസ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ നീഡഡ് ഓൺ ദ ബേസിക് ഓഫ് ലെവൽ എ ഫ്യൂ അതർ ഫാക്ടേഴ്സ്. നമ്മൾ ആ ജോബ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് വേണ്ട നോളജും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഓൺ ദ ബേസിസ് ഓഫ് ലെവൽ ആൻഡ് എ ഫ്യൂ അതർ ഫാക്ടേഴ്സ് it should be decided in advance what the new employee must know. അപ്പോൾ നമ്മൾ എംപ്ലോയീസ് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ഡിസ്ക്ലോസ് ചെയ്യണം. ആസ് ഇറ്റ് പ്രൊമോട്ട് എഫക്റ്റീവ് ലേണിംഗ് എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഇൻജെക്ഷൻ. ഇത് നല്ല രീതിയിൽ എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഒരു എഫക്റ്റീവ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാണ്. നല്ല രീതിയിൽ അവർക്ക് ഇൻജെക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അവർക്ക് ന്യൂലി റിക്രൂട്ട് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഇൻജെക്ഷൻ പ്രോഗ്രാമിലൂടെ അവരായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഫീഡ്ബാക്ക് സെഷൻ. നമുക്കറിയാം ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് നല്ല ഡൗട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് ഡൗട്ട്സ് ഉണ്ടാവും, അവർക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും. അപ്പൊ നല്ല രീതിയിൽ ഒരു ഇൻജെക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഫീഡ്ബാക്ക് സെഷനും കൂടി നമുക്ക് നടത്താനായിട്ട് പറ്റും. നിങ്ങൾ റിക്രൂട്ട് ചെയ്തപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയോ, നമ്മളോടൊപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഓക്കെ ആണോ, വർക്ക് അറ്റ്മോസ്ഫിയർ ഇഷ്ടമായോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് സെഷൻസ് കളക്ട് ചെയ്യും. To satisfy all the doubts and answer all the queries properly. നമ്മൾ അവർക്ക് ഡൗട്ടുകളും അവരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. All injection program must conclude with the feedback session. എല്ലാ ഇൻജെക്ഷൻ പ്രോഗ്രാമുകളിലും ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഡ് സെഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും, അവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട്. വിത്ത് ലൈൻ മാനേജ്മെന്റ് ആൻഡ് ദ HR പേഴ്സണൽസ്. സാധാരണയായിട്ട് ലൈൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ HR പേഴ്സണൽസ് ആണ് ഫീഡ്ബാക്ക് സെഷൻസ് കണ്ടക്ട് ചെയ്യാറ്. ഇനി ഗിവിംഗ് ദ നോളജ് ടു ന്യൂ എംപ്ലോയി. നമ്മൾ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് വേണ്ട നോളജ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ദ ഹ്യൂമൻ ആക്സെപ്റ്റ് ഈസ് ആൻ എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് ഇൻജെക്ഷൻ. ഇൻജെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ഇത് ഹ്യൂമൻ റിസോഴ്സ്. നമുക്കറിയാം ന്യൂലി റിക്രൂട്ട് ചെയ്ത എംപ്ലോയിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് അറിയില്ല. അപ്പം providing new employee knowledge of what is liked by supervisor. എന്താണ് അവർക്ക് നോളജ് കൊടുക്കണം, സൂപ്പർവൈസർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, കോവർക്കേഴ്സ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. ടെല്ലിംഗ് ദ ന്യൂ എംപ്ലോയി the time period for them to attain satisfactory level of the performance. അപ്പൊ ടൈം പീരീഡ് പറയാം, നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ടാർഗറ്റ് ഇത്രയും അറ്റൈൻ ചെയ്യണം, എന്നാലാണ് നമുക്ക് ഇവിടെ സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ. ഇതാണ് സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് പെർഫോമൻസ്. ഇത്രയും യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവരോട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് മോട്ടിവേറ്റ് ദം ടു ലുക്ക് ഫോർ ഹെൽപ്പ് ആൻഡ് ഗൈഡൻസ് വെനെവർ റിക്വയർഡ്. ഇനി അവരെ മോട്ടിവേറ്റ് ചെയ്യാം, എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഹെൽപ്പോ വേണമെങ്കിൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോട്ടെ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം എന്ന് നമ്മൾ എന്ത് ചെയ്യും, ന്യൂ എംപ്ലോയിനോട് കാര്യങ്ങൾ ചോദിക്കും മനസ്സിലാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഗിവിംഗ് നോളജ് ടു ന്യൂ എംപ്ലോയീസ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇൻജെക്ഷൻ പ്രോഗ്രാമിൽ. ന്യൂ എംപ്ലോയീസിന് നോളജ് കൊടുക്കുക, എന്താണ് സൂപ്പർവൈസർ അല്ലെങ്കിൽ കൊളീഗ്സ് കോവർക്കേഴ്സ് ഇഷ്ടപ്പെടുന്നത്. അതേപോലെ ന്യൂ എംപ്ലോയീസിന് ടൈം പീരീഡ് കൊടുക്കുക, സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് പെർഫോമൻസ് അച്ചീവ് ചെയ്യാനുള്ള ടൈം പീരീഡ് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. അവർക്ക് വേണ്ട ഗൈഡൻസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരോട് ചോദിക്കാം, നമുക്കത് മനസ്സിലാക്കി നമ്മൾ അവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ 5 റിക്വയർമെന്റ്സ് ആണ് പറഞ്ഞത്. ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്, ഒരു ഓറിയന്റേഷൻ, ആക്യുറേറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടർ ആണ് ഇൻവോൾവ്മെന്റ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ് ഇൻവോൾവ്മെന്റ്. നല്ല രീതിയിൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് പാർട്ടിസിപ്പേഷനും കൂടി വേണം. പ്രയർ പ്ലാനിങ്,
നമ്മൾ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സാണ്. നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നല്ല കെയർഫുള്ളി അത് നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അസസ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ നേടും. എംപ്ലോയിക്ക് അവർക്ക് ചെയ്യാൻ വേണ്ട ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ ലാസ്റ്റ് നമ്മൾ ഫീഡ്ബാക്ക് സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ വെറീസോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലിയർ ആയോ, അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ വർക്കിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കും, മനസ്സിലാക്കുകയും ചെയ്യാം. ദെൻ ഗിവിംഗ് നോളജ് ടു ന്യൂ എംപ്ലോയീസിന് നോളജ് കൊടുക്കാം. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നമ്മുടെ ന്യൂ എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇതാണ് സാറ്റിസ്ഫാക്ടറി ലെവല്, ഇത്രയും ഗുഡ്സ് എങ്കിലും മിനിമം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. നല്ല രീതിയിൽ സൂപ്പർവൈസറും അതേപോലെ തന്നെ കോവർക്കേഴ്സിനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത്രയും യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഹെൽപ്പോ വേണമെങ്കിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യണം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഒരു 5 പോയിന്റ്സ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. റിക്വയർമെന്റ്സ് കേട്ടോ. 5 റിക്വയർമെന്റ്സ് ഒന്ന് റീഡ് ചെയ്തേ.
റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ അല്ലേ? 5 പോയിന്റ് എന്തെല്ലാം റിക്വയർമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് ആദ്യത്തെ 5 പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഇനി ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ റാദർ ദാൻ സൂപ്പർവിഷ്യൽ ഇൻട്രൊഡക്ഷൻ. നമ്മൾ സാധാരണയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പീപ്പിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ന്യൂ എംപ്ലോയീസിന്. വർക്ക് റാദർ ദാൻ എക്സ്റ്റേണൽ ഇൻട്രൊഡക്ഷൻ. നമ്മളൊരു എക്സ്റ്റേണൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കും എന്നുവെച്ചാൽ എംപ്ലോയീസിന് ഫസ്റ്റ് ഡേ തന്നെ എല്ലാ എംപ്ലോയീസിനും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കോവർക്കേഴ്സിനെ സൂപ്പർവൈസറിനെ ഒന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടി, ഫെമിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ് ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ നോക്കാം. There should be a step-by-step introduction to the people with whom the new employee will work rather than external introduction to all of the employees on the first day. അപ്പോൾ ന്യൂ എംപ്ലോയീസിന്റെ ഒരു എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ ആയിട്ടൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. The objective behind this is to help the new incumbent to get familiarized with the co-workers. അവർ കൂടെ വർക്ക് ചെയ്യുന്നവരായിട്ട് സൂപ്പർവൈസർ ആയിട്ടൊക്കെ ഒന്ന് ഫെമിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് നോട്ട് ജസ്റ്റ് മേക്ക് ദം വിത്ത് ദ കോവർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് നെയിം. അവരുടെ പേര് മാത്രം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെല്ലാമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, എന്റെ കൊളീഗ്സ് ആരെല്ലാമാണ്, എന്റെ സൂപ്പർവൈസർ ആരാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. Sufficient time should be given to new employee. പുതുതായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലേക്കുള്ള വന്നിട്ടുള്ള എംപ്ലോയീസിന് നമ്മൾ ആഡ്വക്കേറ്റ് ടൈം കൊടുക്കണം. അദ്ദേഹത്തിന് നമ്മുടെ ഈ ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ടൈം പ്രൊവൈഡ് ചെയ്യണം. ബിഫോർ ദ ഇൻക്രീസ് ഇൻ ദ ജോബ് ഡിമാൻഡ്. നമ്മുടെ ജോബ് ഡിമാൻഡ് അനുസരിച്ച് ന്യൂ എംപ്ലോയി ഷുഡ് ഗീവ് adequate time to become customized to the work situation. നമ്മളെ വർക്ക് സിറ്റുവേഷൻ ആയിട്ട് ഇടുക്കി ചേരാനായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആഡ്വക്കേറ്റ് ടൈം പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. Then injection must be include all necessary information. ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാമിൽ നമ്മൾ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ എല്ലാ നെസസറി ഇൻഫർമേഷൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം. ഇൻജെക്ഷൻ ഷുഡ് ബി സ്റ്റാർട്ട് വിത്ത് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആൻഡ് ഡയറക്റ്റ് ഫോം ഓർ ഇൻഫർമേഷൻ. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ മുതൽ ആൻഡ് ദെൻ മൂവിംഗ് ടുവേഴ്സ് ദ കോമൺ പോളിസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മുതൽ കമ്പനിയുടെ പോളിസീസ്, കോമൺ പോളിസീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എംപ്ലോയി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഡയറക്ഷൻ ബൈ എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ സാധാരണയായിട്ടൊരു സീനിയർ വർക്കറോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ ന്യൂ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഡയറക്ഷൻസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എ സീനിയർ വർക്കർ ഓർ എ സൂപ്പർവൈസർ ഷുഡ് ഡയറക്ട് ദ ന്യൂ എംപ്ലോയി. പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത എംപ്ലോയിക്ക് ഒരു സീനിയർ വർക്കറോ അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്ത് ചെയ്യും, ഡയറക്ഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. ദ സീനിയർ മസ്റ്റ് റെസ്പോണ്ട് ടു ദ ക്വസ്റ്റ്യൻസ്. സീനിയേഴ്സ് ന്യൂ എംപ്ലോയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് റെസ്പോണ്ട് ചെയ്യണം. ആൻഡ് കീപ് ഇൻ റെഗുലർ കോൺടാക്ട് വിത്ത് ദ ഇൻക്യുബന്റ് ഡ്യൂറിംഗ് ദ ഇനിഷ്യൽ ഫേസ് ഓഫ് ഇൻജെക്ഷൻ. അപ്പം റെഗുലർ ആയിട്ടൊരു കോൺടാക്ട് പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത എംപ്ലോയി ആയിട്ട് സൂപ്പർവൈസർ അല്ലെങ്കിൽ സീനിയർ നല്ല രീതിയിലൊരു കോൺടാക്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടത്. ഇനി നമ്മൾ കൺക്ലൂഡിംഗ് സെഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫീഡ്ബാക്ക് സെഷൻ കണ്ടക്ട് ചെയ്യണം. അതേപോലെ തന്നെയാണ് കൺക്ലൂഡിംഗ് സെഷൻ എന്ന് പറയുന്നത്. എ ക്ലോസിംഗ് സെഷൻ ഷുഡ് ബി ഓർഗനൈസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇൻജെക്ഷൻ പ്രോഗ്രാം. എപ്പോഴും ഒരു ഇൻജെക്ഷൻ പ്രോഗ്രാമിന്റെ അവസാനമായിട്ട് ഒരു ക്ലോസിംഗ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇറ്റ് ഈസ് നോ ആസ് സ്പെഷ്യൽ ആൻസൈറ്റി റിഡക്ഷൻ. ആൻസൈറ്റി നമ്മുടെ ടെൻഷനും ഫിയർ ഒക്കെയാണ്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. It is known as a special anxiety reduction session in many organizations. എല്ലാ ഓർഗനൈസേഷനിലും ഇത് കണ്ടക്ട് ചെയ്യാറുള്ള ഒരു ക്ലോസിംഗ് സെഷൻ ആയിട്ട് കണ്ടക്ട് ചെയ്യും. The key purpose of this session is to recognize whether or not the new employee have grasped all that which was needed to know to them. അപ്പോ നമ്മൾ ഈ ഒരു സെഷൻ എന്നെ കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെഷനിലൂടെയാണ് നമ്മുടെ ന്യൂ എംപ്ലോയി അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടോ, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. The new employee should be confident enough to ask questions about those points which are not clear to them. അപ്പോൾ ന്യൂ എംപ്ലോയീസിന്
എന്താണ് അവർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഏത് ഈ ഒരു കൺക്ലൂഡിങ് സെഷൻ എന്ന് പറയുന്നത്. ആൻഡ് എഫേർട്ട് ഷുഡ് മെയ്ഡ് ബൈ ദ മാനേജ്മെന്റ് ടു ക്ലിയർ ദർ ഡൗട്ട്സ്. ന്യൂ എംപ്ലോയീസിന് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെന്റ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ, മാക്സിമം ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ദ എൻറ്റയർ സെഷൻ ഷുഡ് ബി കണ്ടക്റ്റഡ് ഇൻ എ കോർഡിനൽ മാനർ ആൻഡ് ഷുഡ് നോട്ട് ബി ഹോസ്റ്റൽ. നമ്മൾ ഈ എൻറ്റയർ സെഷൻ ഒരു സൗഹൃദപരമായിട്ട് ഫ്രണ്ട്ലി മാനറിൽ വേണം നമ്മൾ അത് കണ്ടക്ട് ചെയ്യാനായിട്ട്. ഒരു ശത്രുത ഉളവാക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ത് ചെയ്യാൻ പാടില്ല, കണ്ടക്ട് ചെയ്യാൻ പാടില്ല. ഒരു നല്ല രീതിയിൽ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ വേണം ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ത് ചെയ്യാനായിട്ട്, കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നമ്മൾ ലാസ്റ്റ് 6 പോയിന്റ്സ് നമ്മൾ നോക്കി. എന്തെല്ലാമാണ്? ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ ആണ്. ഒരു സൂപ്പർവിഷൻ ഇൻട്രൊഡക്ഷനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ സഫീഷ്യന്റ് ടൈം കൊടുക്കണം. ഒരു എംപ്ലോയിക്ക് നമ്മുടെ ഓർഗനൈസേഷനായിട്ട് ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഡിമാൻഡ് അനുസരിച്ച് വർക്ക് ചെയ്യാനൊരു ആഡ്വക്കേറ്റ് ടൈം പീരീഡ് കൊടുക്കണം. ഇൻജെക്ഷൻ മസ്റ്റ് ബി ഇൻക്ലൂഡ് ഓൾ നെസസറി ഇൻഫർമേഷൻ. നമ്മൾ ഇൻജെക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ എംപ്ലോയിക്ക് വേണ്ട നെസസറി ഇൻഫർമേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കറിൽ നിന്ന് ഡയറക്ഷൻസും കാര്യങ്ങളും സ്വീകരിക്കണം. അറ്റ് ലാസ്റ്റ് ഒരു കൺക്ലൂഡിംഗ് സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു കൺക്ലൂഡിംഗ് സെഷനിൽ നമുക്ക് എംപ്ലോയിക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി വിലയിരുത്താൻ പറ്റും. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് നമ്മുടെ കമ്പനി എന്ത് ചെയ്യും, അതിന് വേണ്ട റെസ്പോൺസ് കാര്യങ്ങളും കൊടുക്കും. അങ്ങനെ നമുക്ക് നല്ലൊരു ഫ്രണ്ട്ലി മാനറിൽ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ത് ചെയ്യാൻ പറ്റും, വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് 6 പോയിന്റ് കൂടെ ഒന്ന് റീഡ് ചെയ്തേ. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഓറിയന്റേഷൻ ഫുൾ ആയിട്ട് ടൈപ്സ് ഓഫ് ഓറിയന്റേഷനും അതേപോലെ തന്നെ പ്രോസസ്സും കണ്ടന്റ്സും റിക്വയർമെന്റ്സും ഒക്കെ ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം. നമ്മള് ഈ ചാപ്റ്റർ ഇപ്പോൾ ഓറിയന്റേഷനിൽ 2
ഹെഡിങ് കൂടെ ഉള്ളൂ. എന്തെല്ലാമാണ് ബെനിഫിറ്റ്സ്, എന്തെല്ലാമാണ് പ്രോബ്ലംസ് എന്നുള്ളതും കൂടെ ഉള്ളൂ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഞാൻ എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചു കേട്ടോ. നമ്മളിനിയിപ്പോ ഈ ചാപ്റ്റർ കഴിയാറായല്ലോ, നിങ്ങൾ റീഡ് ചെയ്യുമ്പോഴോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. മോക്ക് ടെസ്റ്റ് മേ ബി എന്തെങ്കിലും മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം മാനുവലി ആണ് ഞങ്ങൾ എഴുതി കൊടുക്കുന്നത്. ടൈപ്പ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you. Thank you, Miss. താങ്ക് യു മാം.